ഹലോ ഗായ്സ്, ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ പിന്നെ വന്നിരിക്കുന്ന ഇവിടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും അറിയാം, മൈൻക്രാഫ്റ്റ് നമ്മൾ തുടങ്ങിയിട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളിയാണ് ഗൈസ്. അപ്പം നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഗൈസ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ റോഡ് ടു 1K അടിക്കണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ്, നമുക്കിത് 40 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് അറിഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ഗൈസ്. റോഡ് ടു 1K അല്ല, ഞാൻ അപ്പുറം അടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യം റോഡ് ടു 1K ആണ് നോക്കുന്നത് ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അപ്പം അതാണ് തന്നെ. പിന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വേറൊന്നുമില്ല ഗൈസ്. എന്താ പറയുക, അതൊക്കെ എടുത്തു തോന്നി. ഗൈസ് അപ്പം ഒരു ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് ഞാൻ തപ്പ് വരുന്നത്. ഓക്കെ, ബക്കറ്റ് ഉണ്ടാക്കി കുറച്ച് അയണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ പിന്നെ ഡയമണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഡയമണ്ട് കാര്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അയണും കാര്യങ്ങളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായി അന്ന് തന്നെ. അപ്പം അത് വെച്ച് നമ്മൾ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇതുണ്ട് ഗൈസ്. ഇവിടെ ഡയമണ്ട് ഉണ്ട് ഗൈസ്, കിടക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ ഡയമണ്ട് ഇവിടെ ചെസ്റ്റിലുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളിയാണ്, പവറാണ്. പിന്നെ ഇവിടുത്തെ അപ്ഡേഷനും കാര്യങ്ങളും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് അപ്ഡേഷൻ ഉണ്ട്. ശരി, അപ്ഡേഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാനൊരു ഡോറ് വെച്ചു. ഇങ്ങനെ പ്ലഷർ പ്ലേറ്റ് വെച്ചൊരു ഡോറ് വെച്ചു. ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ചെസ്റ്റിനകത്ത് ഒന്നുമില്ല സുഹൃത്തുക്കളെ, എന്തെങ്കിലുമൊക്കെ വെക്കണം നമുക്ക്. യെസ്. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വെച്ച് ചെറിയ ഫാമും കാര്യങ്ങളും തുടങ്ങണം. അതെന്നാ അറിയാം ഗൈസ്, നമുക്ക് ഓൾറെഡി ഫാം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വില്ലേജറിൻ്റെ കട്ടെടുത്ത് നമ്മൾ കുറേ സാധനം പിടിപ്പിക്കുകയത്. പക്ഷെ നമ്മൾ കണ്ടോ ഗൈസ്, ഇതുണ്ട് ഗൈസ്, നമ്മൾ മതിലും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട് ഗൈസ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും മതിൽ മൊത്തം അയ്യോ, ഇത് വേറൊരു സംഭവമാണ് ഗൈസ്. ഒരു ക്രീപ്പർ പറ്റിച്ചതാണ് ഗൈസ്. ഇങ്ങനെ കയറിപ്പോകുന്ന ഞാൻ ഒരു ക്രീപ്പറിൻ്റെ ഉണ്ട് സത്യം പറഞ്ഞ. ഒരു കാര്യം ഗൈസ്, നമുക്ക് അവിടെ വെറുതെ ഇതാക്കണ്ട ഗൈസ്. നമ്മൾ എന്തിനാണ് വരുന്നത്? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് സെറ്റപ്പ് ആക്കാം ഗൈസ്. അതാണ് നല്ലത്. ഷവൽ എടുത്തിട്ട് വരാം ഗൈസ്, അല്ല പിന്നെ ഭയങ്കര പാടാം. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, അങ്ങോട്ട് ഫാമും കാര്യങ്ങളും ആക്കാം. അതായിരിക്കും നല്ലത് ഗൈസ്. ഒരു ഷവലിനകത്തില്ലേ? ഷവലിനകത്തായിരിക്കും. ഓക്കെ, ഷവലുണ്ട് ഇതിനകത്ത്. ഷവല് ഇതെടുത്ത് കുറേ ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നുണ്ട് ഗൈസ്. ഗ്ലാസ് കുറേ ഗ്ലാസ് പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങ് എടുത്ത് കളയാം ഗൈസ്. അല്ല, എന്തിനാണ് ഗൈസ് ഞാൻ അതൊക്കെ എടുത്ത് കളയുന്നത്? വേറെ നല്ല ഗൈസ്, ഇവിടെ നമുക്ക് പണിയാം ഗൈസ്. സംഭവം നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് സ്ഥലം വീഴണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തൽക്കാലം 5 എണ്ണം ഇത്രയൊക്കെയാണ് നമുക്ക് തുടങ്ങാം ഗൈസ്. നമുക്ക് എന്താ പറയുക, ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇവിടുന്ന് അങ്ങനെ തന്നെ പണിത് പോകാം. അതായിരിക്കും നല്ലതല്ല. പിന്നെ വെറുതെ എന്തിനാണ്? ഓക്കെ, കാര്യം ചെയ്യും. ഇവിടെ തന്നെ നമുക്ക് എന്താ പറയുക, കുറേ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇടണം ഗൈസ്. കാരണം അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കണം ഗൈസ്. അടിയിലോട്ട് കുഴിഞ്ഞു പോയാൽ എന്തോ പോലെ. കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ ഷവലെടുക്കുക. ഓക്കെ, കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തേക്കാം ഗൈസ്. അല്ലേ പിന്നെ വെറുതെ നമ്മളായിട്ട് ഇതിനല്ലേ ഇങ്ങനെ സ്റ്റോണും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല. ഇവിടെയെല്ലാം കൊത്തിയിടുക. നമുക്ക് ഡേർട്ടിന് ഇവിടെ പഞ്ഞൊന്നുമില്ല ഗൈസ്. കാരണം ഇവിടെ മൊത്തം ഡേർട്ടാണല്ലോ. അല്ലെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. മതിയായിരിക്കുമല്ലേ? മതിയായിരിക്കും, നമുക്ക് നോക്കാം. പിന്നെ ഈ മതിലൊക്കെ നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് സുഹൃത്തുക്കളെ. മൊത്തം ഇങ്ങനെ ആക്കിയിട്ട് സീഡിടണം. പൊളി. പിന്നെ അല്ല, നമ്മളോടാണ്
പിന്നെ അല്ലേ ഇനി നമുക്ക് എന്താ പറയുക നടക്കാനുള്ള ഏരിയ. ചാടല്ലടാ മണ്ട, ഒരു ചാടുന്നതിൻ്റെ മണ്ടക്കൂടെ കുറച്ച് വലിയ സ്ഥലം തന്നെ വേണ്ടി വരും. എന്താണ് നമുക്ക് നടക്കാൻ കുഴപ്പമില്ല, നടക്കാനൊക്കെ നമുക്ക് സിമ്പിൾ. വീറ്റൊക്കെ പിന്നെ നമ്മൾ ഇപ്പോൾ ഒന്നും നമുക്കധികം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇനി നടക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റപ്പാക്കി വെക്കാം. കുറച്ചും കൂടി വെള്ളം എടുക്കാൻ പറ്റുമോ ഗൈസ്? വെള്ളമൊക്കെ നമുക്ക് കുറച്ച് വേണം. എന്താണ് പറയല്ലേ, വെള്ളമൊക്കെ നമുക്ക് കുറച്ച് വേണം. വെള്ളം എടുത്ത് ഗൈസ്, നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം വിടാം. നിറഞ്ഞൊഴുകി പോകത്തില്ല. അല്ലേ ഇപ്പോൾ സെറ്റായി തോന്നുന്നു ഈ സാധനം. സീഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ നമുക്കിത് ഇങ്ങനെ എല്ലാം എടുക്കാനുള്ള സംവിധാനം ആക്കാനായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് അതിൽ കൂടെ നടക്കാനുള്ള ഒരു ഇതങ്ങ് പോവുകയാണ്. ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകേണ്ടി വരും. അത് കുഴപ്പമില്ല, പോട്ടെ. ഇപ്പം ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യാമല്ലോ. അത് നൈസ്. നമുക്ക് ഇവിടെ കുറേ അധികം വേറെ സംവിധാനമൊക്കെ പണിയാൻ പറ്റും. ഇതൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നു. ഷുഗർ കെയിൻ നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഷുഗർ കെയിൻ അങ്ങ് നട്ട് വെക്കാം. ഒന്നും വേണ്ടല്ലേ ഈസ്, നമുക്കങ്ങ് കുറച്ച് ഈസ് അത് തന്നെ. അപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് ഈസ്. വെള്ളം എടുക്കാൻ പറ്റുന്നില്ല ഇനി മണ്ടയ്ക്ക്. എടുക്കടാ വെള്ളം. എടുത്തു സുഹൃത്തുക്കളെ, വെള്ളം എടുത്തു. അയ്യോ, എനിക്ക് വെള്ളം അവിടെ കിട്ടുന്നു. ഇവിടെയും കൂടെ വെള്ളം ഒഴിച്ചു വിട്ടേക്കാം. ഇവിടെ ഇച്ചിരി വെള്ളം കൂടുതലാണ്. ഇച്ചിരി ഇവിടെ ഇട്ടേക്കാം കൈസ്, കാരണം മാത്രം വെള്ളമൊന്നും നമുക്ക് വേണ്ട. ഇവിടെ കൊണ്ടിടാം. ഇവിടെ ഈ പൊളി. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് സാധനം നടാനുണ്ട് സുഹൃത്തുക്കളെ. അത് പോയാ ശരി എന്നാൽ. അത് വെച്ച് ഞാൻ കുറേ എന്തൊക്കെയോ പറക്കൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ പ്രശ്നമില്ല, നമ്മുടെ സ്റ്റോണിൻ്റെ ഇരിപ്പുണ്ട്. അത് കണ്ട സ്റ്റോണിൻ്റെ ഹുയി ഇരിപ്പുണ്ടായിരുന്നു. അതല്ലേ കിട്ടിപ്പോയി ഐസിയെ. പിന്നെ അല്ല, നമ്മുടെ കയ്യിൽ ഒന്നും പോയാൽ അടുത്തത്. ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഡയമണ്ട് വെച്ച് വേണമെങ്കിൽ കാണിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കാണിക്കാണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 2 ഡയമണ്ടേ കിട്ടിയിട്ടുള്ളൂ. അത് വെച്ചല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. സീഡ് 2 കൂടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നെ പൊളിച്ചാണ് കേട്ടോ. ബീട്രൂട്ട് സീഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ കയ്യിൽ. അത് നമുക്ക് വേറെ ഫാം ചെയ്യാം. നല്ല മഴ വേണ്ട. അപ്പം ഇതിനകത്തോട്ട് കയറി പോകാം. ഇവിടെ കുഴിയുണ്ട്. ഡേട്ടുണ്ടല്ലോ, കുഴി നിറച്ചേക്കാം. സെറ്റ്. മഴയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് മണ്ടയ്ക്ക് ഇവിടെ വാതിലൊക്കെ ആക്കിയിട്ട് മണ്ടയ്ക്ക് പോയിട്ട് എന്താ പറയുക, ഒരു വാതിൽ നമ്മുടെ ഇവിടെ കൂടെ വെച്ചേക്കാം ഗൈസ്. ഇതിനാണ് ഇവിടെ ഇരിക്കട്ടെ. വാതിൽ നമ്മൾ കുറേ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ഈ ചെസ്റ്റിലേക്ക് നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ നമ്മളിലുള്ള കുറച്ച് ഇവിടെ മൊത്തം സ്റ്റോണും കാര്യങ്ങളും നമുക്ക് സ്റ്റോൺ പോലത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വെക്കാം ഗൈസ്. ഗ്ലാസ് ഇവിടെ എങ്ങാനിരിക്കും. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോണും കാര്യങ്ങളൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാറ്റാൻ ഗൈസ്. പിന്നല്ല നമുക്കിവിടെ മഴയുടെ വൈബും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഗൈസ്. പിന്നല്ല അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്യുക. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഞാൻ ഇവിടെ ഇരിക്കാം ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്. പിന്നെ കാണാം ഗൈസ്. അപ്പം വീഡിയോ കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ട് ഷെയർ ചെയ്യുക,